ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഇൻട്രോ പറയുന്നതന്നെ കുതിരപ്പുറത്താണ്. അപ്പം നമ്മൾ ഇന്നെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ ആ മലയുടെ മുകളിലോട്ട് പോവാം. മഞ്ഞുമലയുടെ വെറുതെ ഒരാവശ്യമില്ല, വെറുതെ ആ മഞ്ഞുമലയുടെ അങ്ങോട്ട് മാത്രം. മഞ്ഞുമലയിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഇവിടെ നമ്മുടെ പൊസിഷൻ, അയ്യോ ഞാൻ വീടിൻ്റെ പൊസിഷൻ മറന്നുപോയി. നമ്മൾ വീടിൻ്റെ പൊസിഷൻ ഓർത്ത് വെച്ചില്ലെങ്കിൽ പണി പാളും. ഉച്ചയായി ഇപ്പം തന്നെ. എത്ര 115 വേണ്ട 113. ഞാൻ പറഞ്ഞില്ല അന്ന് നമ്മൾ വീട് പണിയാൻ നേരം അവിടെയൊക്കെ പോകുമെന്ന്. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി കണ്ടിട്ടോ, അപ്പം മനസ്സിലാവും. അങ്ങനെയെങ്കിലും എനിക്ക് വ്യൂവേഴ്സ് കറക്റ്റ്. ഇപ്പോഴും ഉച്ച തന്നെ. പൊസിഷൻ എത്രയാണ്? 115 വേണ്ടല്ലേ, 152. നമ്മുടെ കുതിരയ്ക്ക് സ്പീഡല്ല ഉള്ളത്. നമ്മുടെ കുതിര ഉയരത്തി ചാടും. ഇതെന്താ കാണാത്ത? അതാ ചാടുന്നതാ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ണു വെച്ചാണ്. ഈ ടോപ്പ് സ്നോ എങ്ങനെ കളക്ട് ചെയ്യുന്നത് അറിയാത്തൊരു സംഭവം. നമുക്ക് ഈ കുതിരയുടെ മുകളിൽ ഇരുന്ന കുതിരയുടെ ലൈഫ് അറിയാൻ പറ്റും. എൻ്റെ ഫുഡിൻ്റെ ഇത് കാണിക്കുന്നിടത്ത് കണ്ടില്ലേ, ഈ നെയ്തറിൻ്റെ സാധനങ്ങൾ ഈ ഡയമണ്ടിൻ്റെ സാധനങ്ങളെക്കാളും പവർ കൂടിയതാണോ അറിഞ്ഞൂടാ. ഇതില്ല, സ്പേഴ്സോ ട്രീയാ എങ്ങാണ്ട് അതിൻ്റെ പേര്. അവിടെ കുടുങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. അതുകൊണ്ട് നമുക്കങ്ങ് പോയേക്കാം. എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുക. ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അത് കാണാത്തവർ അതും പോയി കണ്ടിട്ടു. അയ്യോ, ഇവിടെ നിന്ന് കണ്ടിട്ട് പേടിയാവുന്നു. ഇത് നമുക്ക് ഈ സ്നോ ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. കളക്ട് ആയോ? ഞാൻ ഈ വേലി എടുത്തുകൊണ്ട് വന്ന എന്തിനാണെന്നറിയാം. ചിലപ്പോൾ നമുക്ക് വല്ലതും നല്ല സ്പെഷ്യൽ കാര്യങ്ങൾ കാണുവാണെങ്കിൽ അത് നോക്കാൻ വേണ്ടി ഇതിനെ അവിടെ കെട്ടിയിട്ടിട്ട് നോക്കാനാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ അവിടെ വരെ ഒന്ന് പോയതാ. അവിടെ ഓർത്ത് വെക്കണം, 115 അല്ലായിരുന്നു. ഇതിൻ്റെ പ്രശ്നം കുറച്ച് ലാഗാ. നമ്മളിപ്പോൾ ദൂരെ പോയിട്ട് ഇവിടെ ഇതായി വരെ. നമ്മളിനി ഇങ്ങോട്ട് പോവാ. അതുകൊണ്ട് ആടൊക്കെ ഇവിടെ കറങ്ങി കിടപ്പുണ്ട്. നമ്മുടെ ഇതൊന്നും നമുക്ക് വലുതാക്കണം. കണ്ടേ, ഇപ്പം ഇത് ചാടുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടെ, നിങ്ങൾ കണ്ണു വെച്ചുകൊണ്ടായിരിക്കും. ഞാൻ ഇവിടെ ഇതൊക്കെ വെച്ച് നിങ്ങൾ കണ്ടായിരുന്നല്ലോ മുമ്പത്തെ ഒരു ഇത്ര ഉയരത്തിൽ കയറാൻ വേണ്ടി. നമ്മൾ ശരിക്കും ഈ പാർട്ടൊക്കെ അവസാനിക്കേണ്ട സമയമായി. കാരണം നമ്മളെല്ലാം മേടിച്ചു. ഇനി നമുക്ക് നെതറിൻഗോട്ട് കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം അത് നെയ്തറി അരിച്ച് പിറക്കണം, എന്നാലേ നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയൊക്കെ മതി. ഇനി എനിക്കൊരു കാര്യം അന്വേഷിക്കണം. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എൻ്റെ ഇരിപ്പുണ്ട്. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ കൊണ്ട് നമ്മൾ ഓരോന്നിനെ തീയിട്ട് കൊല്ലുവാണെങ്കിൽ അത് തീയിട്ട് കിട്ടുമോ എന്ന് വെച്ചാൽ കുക്കായി കിട്ടുമെന്ന് ഓരോ ജീവികളെ കൊല്ലുവാണെങ്കിൽ. അതെനിക്കൊന്ന് നോക്കണം. അതിൻ്റെ ഒരു വലിയ കാര്യം നമ്മുടെ ഈ 2 ഗൺ പൗഡർ ഇരിപ്പുണ്ട് കേട്ടോ. അത് പൊളിച്ചു. നമുക്കിപ്പോൾ ഇതെടുത്തോണ്ട് പോകാം തൽക്കാലത്തേക്ക്. ഞാൻ എലൈറ്റർ
നമുക്കിപ്പം തീരെ ഇതുവഴി പോകണം. അതൊക്കെ ഒരു രസമാണ്. അയ്യോ ലൈഫ് പോന്നേ, അയ്യോ ലൈഫ് പോന്നേ. നമ്മൾ തീ കത്തുന്നതുകൊണ്ട് നമ്മളങ്ങ് കുനിഞ്ഞു പോകും. ഈ തീ അണയാറായില്ലേ? എടാ തീ അണഞ്ഞ് ഒന്നും കൂടി. ഇതൊക്കെ എൻ്റെ ഒരു ലീലാവിലാസങ്ങളാണ്. വീടിനകത്ത് തീരല്ലേ. നമുക്ക് ഗോലെണ്ണനില്ലേ, കുറച്ച് അയണിൻകോട്ട് കൊടുത്തു നോക്കാം. എനിക്ക് അയണിൻകോട്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. എന്താണ് ഞാനിങ്ങനെ കൊടുക്കുന്നത്? കണ്ടോ, അടിച്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഗോലെണ്ണൻ്റെ ലൈഫ് പോകുന്നേ ഉള്ളൂ, വേറെ ഒന്നും വലുതായിട്ട് സംഭവിക്കുന്നില്ല. അയ്യോ, ഞാൻ ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ അവിടെ വെച്ച് വന്നു. ഷോ ഫ്ലിൻ്റ് കിട്ടി. നമുക്ക് സന്ധ്യയായി. പെട്ടെന്ന് ഇതിനെ തീയിട്ട് നോക്കാം. ഇതില്ല പറയത്തില്ല അവന് കോഴികളിൽ ഞാനത് കുക്കായാൽ കിട്ടിയെന്ന്. എൻ്റെ എക്സ്പെരിമെൻ്റ് വർക്കായി. അതുകൊണ്ട് കുക്കഡ് ചിക്കനായിട്ട് അതൊക്കെ കിട്ടിയത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇനി സോഡ് വെച്ച് കൊല്ലുന്നതിന് വരെ നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ, അല്ലെങ്കിൽ നമുക്കില്ല ഫ്ലെയിമിൻ്റെ സോഡ് എടുക്കണം. സോഡിന് നമുക്ക് ഇത് ചെയ്യണം. സോഡ് നമുക്ക് എൻചാൻറ്റ് ചെയ്യണം. അത് ഈ ഫ്ലെയിം എന്നും പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെട്ടാൻ നേരം അതിങ്ങനെ കത്തും, ഇങ്ങനെ കത്തിച്ചാവും. നമുക്ക് ഇതെടുത്ത് സ്മോക്കറിന് എന്തോ സ്ട്രിപ്പഡ് ഓക്ക്, എന്തോ കോൾഡ്രോനോ അങ്ങനെ ഇതറിയാലോ. ഞാൻ ഇതെന്തോ സീലാതെ ഇതില്ല. ഇത് ഗ്ലോ സ്റ്റോൺ അറിയാലോ, ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഗ്ലോ സ്റ്റോൺ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഗ്ലോ സ്റ്റോൺ ഡസ്റ്റ് പെയിൻറ്റിങ്ങോ അതിനെന്തൊക്കെയാണ് വേണ്ടത്? 5-6 ഇല്ല കല്ല്, ഇത് കമ്പും കഷ്ണവും, പിന്നെ ഇതും 5-6 കമ്പും കഷ്ണവും. കണ്ടോ എന്തോരം നമ്മുടെ അയണായിരിക്കുന്നതെന്ന് എനിക്ക്. ഡയമണ്ട് 2 സ്റ്റാക്ക് പോലും തികച്ചില്ല. ഡയമണ്ട് നമുക്ക് എങ്ങനെയും ഒപ്പിക്കണം. അതുകൊണ്ടിനകത്ത് നമുക്ക് തടി കിട്ടും. ഇതറിയാമല്ലോ നിങ്ങൾക്ക്. നമ്മൾ ഇല്ല ഇവിടെ പിന്നെ വൂള് കിട്ടിയ ഇതിനകത്തുണ്ട്. ഞാൻ ഫ്ലവറിനകത്ത് എങ്ങണ്ട വൂള് കൊണ്ട് വെച്ചേ. പിന്നെ നമുക്ക് ഓക്ക് ഞാൻ എടുക്കാൻ മറന്നു ഇതിന് മുമ്പേ, അതിനകത്ത് എടുത്തിട്ട്. എന്തേ ചേട്ടാ സ്റ്റിക്ക് ഉണ്ടാക്കുക, 5-6 ഉണ്ടാക്കാം. അത്ര മതിയായിരിക്കുമോ? നമ്മുടെ ഹൂള് തീർന്നാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് വീണ്ടും പോയി കൊല്ലണ്ടല്ലോ. നമ്മുടെ ഇപ്പോൾ ഷിയേഴ്സ് ഇല്ല, അപ്പം നമുക്ക് ഷിയർ ചെയ്തങ്ങ് എടുത്താൽ മതിയല്ലോ. നമ്മളുള്ള തടി മൊത്തം ഇതാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്കൊക്കെ ഒരുപാട് ആവശ്യമുള്ള സംഭവമാണ്. ഇതെന്തോ ഷൾക്കർ ബോക്സ്, ഇതെന്തോ സ്റ്റൂളോ? 2 സ്റ്റൂളും ഒരു ചെസ്റ്റും. ഈ പെയിൻറ്റിങ് പലയിടത്തായിട്ട് വെക്കണം. എനിക്കെന്നാലും ഈ ഒരു എനിക്ക് ഫോട്ടോ കളക്റ്റ് ആയില്ലല്ലോ. എന്താ അങ്ങനെ ക്രീപ്പർ ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ആ പന്ന സാധനം. ഇവിടെ വെക്കാൻ പറ്റിയ ഫോട്ടോ. നല്ല സൂര്യന് ഇവിടെ അയ്യേ ക്രീപ്പർ ചിരിക്കുന്ന ഫോട്ടോ. ഇവിടെ ഒരെണ്ണം വെക്കണ്ടേ? ഇവിടെ വെക്കണം. അവിടെ വെക്കാൻ പറ്റത്തില്ല.
ഇപ്പം കളക്റ്റായി, പക്ഷെ ഫസ്റ്റ് ഞാൻ വെച്ചപ്പോൾ കളക്റ്റായില്ല. ഇതെന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഒരു വലിയ ഫോട്ടോ വെക്കാം, വലുത് വെച്ച്. കരാട്ടയും കണ്ടു. ഇവിടെ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, പുറത്തേക്ക് വെച്ചേക്കാം. 2 ഫോട്ടോ ഒരുമിച്ച് വെച്ചിടാം. ഇവിടെ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം കളക്റ്റ് ആവുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ വെച്ചപ്പോൾ കളക്റ്റ് ആയില്ല. ഇത് നമ്മുടെ ഏറ്റവും താഴത്തെ നിലയല്ലേ, അവിടെ നമ്മൾ മൈനിങ് ചെയ്യുന്നേ. ചെറിയൊരു വിശപ്പുള്ള നമുക്കങ്ങ് ബ്രെഡ് തിന്നേക്കാം. നമ്മുടെ 2 ലൈഫ് പോയി കിടക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫുഡ് കൈ വെച്ചോണ്ട് വെറുതെ വിശന്നിരുന്ന് ലൈഫ് വളയത്തില്ല. ഒരുപാട് ഫുഡും ഉണ്ട്. ഈ ഫുഡെല്ലാം തിന്ന് തീർക്കണ്ടേ, അല്ലെങ്കിൽ ഇരുന്ന് ചീത്തയായി പോകത്തില്ല. ഇതിനകത്തൊരു ഫ്രിഡ്ജ് പോലും ഇല്ല. ഇപ്പോഴത്തേക്ക് ഓതാണ്ട ക്രീപ്പർ, എവിടെ വെച്ചാലും ഈ ക്രീപ്പറിൻ്റെ ഫോട്ടോ ആണല്ലോ വരുന്നത്. എനിക്ക് അതാ ഉദ്ദേശിച്ചു. ഒരു ഫോട്ടോയും കൂടെ ഉണ്ട്. ഇനി ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. എവിടെയൊക്കെ വെക്കണമെന്ന് എൻ്റെ ഡൗട്ട്. ചേടാ ഇത് ഇച്ചിരി അധികം ഇപ്പല്ലേ. പക്ഷെ ഒരേ ഫോട്ടോസ് ഏറ്റവും കൂടുതൽ ഈ ക്രീപ്പറിൻ്റെ ഈ ഫോട്ടോ ആണ്. ഇവിടെ വെക്കാം. ഞാനിവിടെ വെച്ചേ. നമുക്ക് അവിടെ ഒരെണ്ണം വെക്കാം. ഓക്കെ, വേറെ എന്തിവിടെ വെക്കാം? ഇവിടെ ഇത് മാത്രം വെച്ചാൽ മതി. നമുക്ക് ഇവിടെ വെച്ചാലോ? ആരും കണ്ടില്ലേലും കുഴപ്പമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളു. ഞാൻ അർജുനെ കളിക്കാൻ വിളിച്ചതാണ്, പക്ഷെ അർജുൻ്റെ ഫോൺ ഹാങ് ആവുന്നു കളിക്കാൻ നേരം. അല്ലായിരുന്നെങ്കിൽ അർജുൻ എൻ്റെ കൂടെ കളിക്കാൻ വന്നേനെ. അർജുനൊരു യൂട്യൂബറാ. നിങ്ങൾ വിചാരിക്കുന്ന അർജുനൊന്നും ആയിരിക്കത്തില്ല. ഇതെൻ്റെ ഫ്രണ്ട് അർജുന. നമ്മുടെ വീട് വയ്ക്കുന്ന 127-ലും 6-ലും അല്ല, 120-ന് ഇടയ്ക്ക്, 120 ഇടയ്ക്ക്. ഇപ്പം നമുക്കൊരു പുതിയ വീട് പണിയാം. അങ്ങനൊന്നും ഇല്ല, വെറുതെ ഇത്ര സാധനമൊക്കെ കൈ വെച്ചോണ്ടിരുന്നിട്ട് എന്തിന്? വെറുതെ കൈ വെച്ചോണ്ടിരുന്നിട്ട് വല്ലതും കാര്യമുണ്ടോ? എല്ലാം ഉപയോഗിക്കണം നമ്മൾ. നമ്മുടെ വൈറ്റ് വൂളല്ല തീർന്നത് കേട്ടോ. ഈ ലെതർ ക്യാപ്പൊക്കെ എൻ്റെ ഇരിക്കുന്നുണ്ട്. ഈ ലെതർ ക്യാപ്പും ഈ എൻചാൻറ്റഡ് ബ്ലാസ്റ്റ് ഗോൾഡൻ ചെസ്റ്റ് വാലും 2 എൻചാൻറ്റ് ചെയ്ത് ഇതെല്ലാം ഞാൻ ഇന്നലെ അങ്ങാണ്ട് 2 ഒരു സ്കെലിട്ടണെ ഒരു സോംബിയെ കൊന്നപ്പോൾ അവരവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. ചില സോംബികളുണ്ട് ഭയങ്കര പിശുക്കനാണ്, അവിടെ കളയത്തില്ല, മരിക്കാൻ നേരം അതും കൊണ്ട് അങ്ങ് പോകും. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ നമ്മുടെ എല്ലാ സാധനവും അവിടെ ഇട്ടിട്ടാവുന്നത്. പിന്നെ നമ്മൾ തന്നെ അവിടെ പോയി അതെല്ലാം കളക്ട് ചെയ്യുന്നു, അത് വേറെ ഒരു കാര്യം. നമ്മളില്ലേ, ഇയാൾക്കില്ലേ, ഞാൻ അതിന് മുമ്പത്തെ വീഡിയോയിലും എങ്ങാണ്ട് ചെയ്തതാ. ഇയാൾക്ക് ഞാൻ സീഡ് ഇട്ട് കൊടുത്തില്ല. ഒരു കൃഷിക്കാരനില്ലേ സീഡ് ഇട്ട് കൊടുത്തപ്പോൾ സാധാ അയാളിങ്ങനെ ഇത് ചെയ്യത്തില്ലായിരുന്നല്ലോ, വിത്തിടത്തില്ലായിരുന്നല്ലോ. ഞാൻ സീഡ് അയാൾക്ക് ഇട്ട് കൊടുത്തത് പിന്നെ അയാൾ വിത്ത് ഇങ്ങനെ വെക്കാൻ തുടങ്ങി. ഞാൻ അയാൾക്കൊരു 1 സ്റ്റാക്ക് വിത്ത് ഇട്ട് കൊടുത്ത്. അപ്പോൾ അയാളിപ്പം അത് എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്കൊരു നല്ല സ്ഥലം വേണം. ഇതില്ല മറ്റേവനല്ലേ, ഇല്ല വെള്ളത്തിലെ സോംബി, എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ വെട്ടാൻ പറ്റത്തില്ലേ? അവൻ്റെ കയ്യില്ല ട്രൈഡൻ്റ് ആണ്, അവനൊരു ഏറാ. നമ്മൾ ഒരു പട്ടിയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങിക്കൊല്ലാന്ന് വെച്ചാൽ അതിനും പറ്റത്തില്ല, ഈ പട്ടി എടുത്തിയാടും. അങ്ങനെ ഒരു വട്ടം എൻ്റെ പട്ടി മരിച്ചിട്ടുള്ളതാ, എനിക്കത് മറക്കാൻ പറ്റത്തില്ല. നമുക്കില്ലേ ബോ എടുക്കാം, ബോ എടുത്ത് അവനെ ബോ വിട്ടുമല്ല. നമ്മുടെ ഈ ഒരു എൻചാൻറ്റഡ് ബോ ഇല്ല. ഇതിനകത്ത് നമ്മൾ ലിവറൊന്ന് വലിച്ചു നോക്കാം. നമ്മൾ ഇവിടെ ഇത് വെച്ചായിരുന്നു, നിങ്ങൾ കണ്ടായിരുന്നല്ലോ, വെട്ടിയിട്ടുണ്ട്. നമുക്കിനി അടിയിലോട്ട് ഇറങ്ങാം. അങ്ങനെ വളരുന്നില്ല ഈ ബാമ്പു. 50 ഇത് 50 മൊത്തം. ഇത് മാത്രമല്ല, ഞാൻ അതിനകത്തുനിന്ന് കളക്ട് ചെയ്യാറില്ല അങ്ങനെ. ഇപ്പം ബാമ്പുവിൻ്റെ ആവശ്യമില്ല. ഒരുപാട് എൻ്റെ ഈ 2-3 സ്റ്റാക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം കണ്ട് ഇത്രയും ഈ സാധനം ഉണ്ടാക്കി കളഞ്ഞതാണ്. ഇനി എൻ്റെ ഈ 32 ഈ സാധനം ഇരിക്കുന്നു.
അതെന്ത് ചെയ്യണമെന്നറിയാതിരിക്കും. അല്ലെങ്കിൽ എൻ്റെ പടി മുറിച്ചിട്ട് ലിഫ്റ്റ് പോലും ഇത് വെക്കണം. അങ്ങനെയാണെങ്കിൽ പൊളിയായിരിക്കും. അത് പൊളിക്കും. ഓ തീണ്. പക്ഷെ എനിക്ക് എൻ്റെ മേത്ത് തീ കത്തില്ലല്ലോ. എന്താ? ഞാൻ ചിലവരുടെ വീഡിയോ കാണുവേ. അവരിങ്ങനെ ഓരോന്നൊക്കെ ബിൽഡ് ചെയ്യും. ആ ബിൽഡ് ചെയ്തിട്ട് അവർ അതിനകത്ത് ഈ സാധനം ഇല്ല, നമ്മൾ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് പണിതിട്ടില്ലേ, അവർ ഈ സാധനം ഇങ്ങനെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ തീ അണയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷെ ഞാൻ അതാ ശരിക്കും ഈ സോഡിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് നോക്കിയത്. സീഡ്സ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്തോന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സീഡ്സ് ഇട്ട് ഇനി എനിക്ക് ഷവലെടുത്ത് അവിടെയൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.